രമണി നിങ്ങളാ രമണി ഞാൻ ചീത്ത എന്താ ഒരു തങ്കമല്ല ഒരു സ്വർണ്ണമല്ല എന്റെ കുടുംബത്തിൽ കയറി എന്റെ പെങ്ങന്മാരെ നിങ്ങളുടെ മെഡിക്കൽ വീട്ടിൽ നിങ്ങളാ കൂട്ടിയുണ്ടെങ്കിലുണ്ടല്ലോ ഞായറാഴ്ച അവൻ നോക്കിയിരുന്ന പക്ഷെ കർത്താവ് വരെ എനിക്ക് ഇന്ന് കൊടുത്തത് നിങ്ങളെ കുടുംബശ്രീയുടെ വേദനയാ. ഇത് ആരെന്നറിയോ? ഇത് അടുത്ത കുടുംബശ്രീയുടെ മന്ത്രിയാണ് എന്റെ തങ്കച്ചേട്ടൻ. കാണിക്കുന്നത് അവര് മുതുക്ക 70 വയസ്സിൽ വീട്ടിൽ കിടന്ന് തുടങ്ങുന്ന ഒരു കളർഫുള്ള് സാരി എടുത്തു കൊച്ചുപിള്ളാർ. ഇനി എന്തിന്റെ പേരിൽ ഈ പറമ്പി സാരി വെച്ചകത്തില്ലേ തങ്കം കെട്ടിയവൻ പോലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെ തൊട്ട വിവരം അറിയോടാ? ഇതാണ് വേറെ കൊടകാല ഫാമിലിയാണ്. അറിയല്ല തങ്കച്ചേട്ടത്തി റൊണാൾഡോ എന്ന് പറയുന്ന അനിയൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരീച്ച ഇതിന്റെ മേളിൽ പറക്കത്തില്ല. എടാ കനകം മറ്റമ്പോ കണ്ടോ? പക്ഷേ ഇവിടെ കളത്തിറങ്ങി കളിക്കത്തില്ല. അയച്ച പേരാ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചാൽ മതി പറയും. സന്തോഷാ നിങ്ങളെ സന്തോഷം നിങ്ങളെ കണ്ണു പറയുന്നത് എനിക്ക് തയ്ക്കും. പട്ടിയെ പൂച്ചോല്ലാം പറ്റി കിടക്കുകയായിരിക്കും. വഴി കിടക്കണം ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞ എന്താടാ ഇവിടെ കിടക്കണ ഇവിടെ കിടക്കണെന്തത് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു കേറരുതെന്ന് പറഞ്ഞു. കാര്യം രമണി ചേച്ചിയുടെ വിഷയത്തിൽ തങ്കച്ചേട്ടത്തിൽ കേട്ടിട്ട് ഞാനിച്ചില്ല. അടിച്ചാടാ നീ? ഇല്ല ഏ തങ്കച്ചേട്ടത്തിൽ കേട്ടിട്ട് ആ രമണി ചേച്ചിയുടെ കാര്യത്തിൽ ഇച്ചിരി അതിക്രമം. അവര് ഞായറാഴ്ച ഇവിടെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ ഊങ്ങി ഞാൻ വെച്ചിരുന്നേ. അന്നായിരുന്നു എൻ്റെ പ്ലാൻ. അവർ വർഷോപ്പിൽ ഒരു വണ്ടിയുടെ സിമുലേഷൻ കഴിഞ്ഞിട്ട് മൂടില്ല വരുമ്പോ ഇവരവിടെ നിൽക്കുന്നു. ഞാൻ ആ ദേഷ്യയുടെ വെച്ച് അവരെ കണ്ടമാനം ചീത്ത വിളിച്ചു. അത് കേട്ടിട്ട് തങ്കച്ചേട്ടത്തി അതിനെക്കാളും ചീത്ത എന്നെ വിളിച്ചു. അവര് സെറ്റായി. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അവര് പറഞ്ഞ കോംപ്രമൈസ് ആയി. അത് നീ അറിഞ്ഞില്ല. അറിയാതെ തെറി വിളിച്ചു. എന്റെ ചേട്ടത്തി അല്ലേ പറഞ്ഞു. അപ്പൊ ആ വിനോദ മത്സ്യം കിടക്കുമ്പോ ഞാൻ അത് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇറക്കി പൊക്കോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? തങ്കച്ചേട്ടത്തി പറഞ്ഞു. പെണ്ണുമ്പോ വിനോദം കൊടുത്തു. രാത്രി അച്ചമ്മ പറഞ്ഞില്ലായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോലീസിന് ആരോട് പരാതി. അച്ചമ്മ പോലീസ് എന്റെ പരാതി എനിക്ക് ഇവിടെ തിരിച്ചു കയറണം. തിരിച്ചു കയറ്റേണ്ട അവരുടെ ഉത്തരവാദിത്വമല്ലേ? എന്റെ ഉത്തരവാദിത്വമല്ലല്ലോ അത്. ഇവിടെ കൈവിടരുത്. ഇവിടെ തങ്കം എന്റെ ആരാടാ? പെങ്ങള്. എന്റെ അത്രയും ബന്ധം നിനക്കുണ്ടാവോ? ഇല്ല. ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ അവരോട് എന്താ പറഞ്ഞത്? ഇവിടെ പെണ്ണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവർ തമ്മിൽ തീർത്തോളും. ഇനി അവിടെ കൊണ്ട് തീർന്നില്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ പരാതിയായിട്ട് വരും. അപ്പൊ ഞങ്ങളൊരു തീർപ്പാക്കും. അതിനിടയിൽ കയറി ആളാവാൻ നോക്കരുത്. ആളായ വഴി കിടക്കേണ്ടി വരും. അത് അവള് തീരുമാനിക്കും.